രാധേകൃഷ്ണ. ശ്രീമന്നാരായണീയം ദശകം 35 ശ്ലോകം 10. കഴിഞ്ഞ ശ്ലോകത്തിൽ ലക്ഷ്മണനെയും സീതയെയുമൊക്കെ വിട്ടുപിരിഞ്ഞ ശ്രീരാമൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയായതോടെ തൻ്റെ യഥാസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയതായി കണ്ടു. അങ്ങനെ മനുഷ്യാവതാരമെടുത്ത രാമ അവിടുന്ന് ധർമ്മം നിലനിർത്താൻ വേണ്ടി തന്നോടൊപ്പം ഉള്ളവരെ തന്നെ ത്യജിക്കേണ്ടതായി വന്നു. ആയതിനാൽ അമിതമായ കാമവും മോഹവുമൊക്കെ വിരഹ ദുഃഖത്തിന് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കാം. മനുഷ്യനായി ജനിച്ചാൽ സുഖവും ദുഃഖവുമൊക്കെ അനുഭവിക്കേണ്ടതായി വരും എന്ന് നമുക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ് അവിടുന്ന് ഇങ്ങനെ ഒരു അവതാരം എടുത്തത്. അല്ലെങ്കിൽ സത്വഗുണസ്വരൂപിയായ അവിടുന്ന് എങ്ങനെ വികാരങ്ങൾ ഉണ്ടാകും? അല്ലയോ ഗുരുവായൂരപ്പ, ചക്രം കയ്യിലേന്തിയ ഭഗവാനെ, ഈ അടിയൻ്റെ വ്യാധിയെ തീർത്ത് വയ്ക്കണമേ എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിൽ പ്രാർത്ഥന ചെയ്യുന്നത്. സോയം മർത്യാവതാര സോയം മർത്യാവതാര തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർ നിരാഗസ്ത്യ ജനമഭിഭവേത് കാമധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനോ വ്യാധിതാപാൻ സോയം മർത്യാവതാര തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യ ജനമഭിഭവേത് കാമധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ. രാധേകൃഷ്ണ. ഇന്ദിന ശ്ലോകത്തിലെ ലക്ഷ്മണനെയും സീതയെയും വേർപിരിந்த ശ്രീരാമർ തനது അവതാര ലക്ഷ്യം പൂർത്തിയാനതും தனது யதாஸ்தானமான வைகுண்டத்திற்கு திரும்பி போனதாக பார்த்தோம். அப்படி மனிதனாக அவதரித்த ராமா உனக்கு தர்மத்தை நிலைநாட்டுவதற்காக தன்னுடன் இருந்தவர்களையே தியாகம் பண்ண நேர்ந்தது. அதனால் அளவிற்கு அதிகமான காமவும் மோகവും விரக துக்கத்திற்கு காரணமாகும் என்று புரிகிறது. மனிதனாக பிறந்தால் சுகதுக்கம் எல்லாமே கலந்ததுதான் வாழ்க்கை என்று காண்பிப்பதற்காகவே ராமா நீ இந்த அவதாரத்தை எடுத்தாய். இல்லாவிடில் சத்வகுண സ്വരൂപനാன உனக்கு ஏது விகாரம்? அப்படிப்பட்ட சக்கரத்தை கையிலேந்திய குருவாயூரப்பா, என்னை இந்த வியாதியிலிருந்து காப்பாற்ற வேண்டும் என்று பட்டதிரி இந்த ஸ்லோகத்தில் பிரார்த்தனை செய்கிறார். இனி அடுத்த வீடியோவில் அடுத்த தசகத்தை பற்றி பார்ப்போம். സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധേകൃഷ്ണ.